വോട്ടെടുപ്പിന്റെ ഫലമറിയാൻ കേരളക്കര കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. കൂട്ടിയും കിഴിച്ചും സകല മുന്നണികളും വിജയപ്രതീക്ഷയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇന്നലെ നടന്ന ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ വീര്യം നഷ്ടപ്പെട്ടവനായി മാറുകയാണ് ചങ്കൂറ്റം ഏറെയുള്ള ഈ നാടിന്റെ കപ്പിത്താൻ എന്ന് ആ പാർട്ടിക്കാർ സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷം ഏത് കൊടുങ്കാറ്റ് വന്നാലും കടപുഴകി വീഴാത്ത വൻമരമായ പിണറായി വിജയന്റെ വേരറ്റുപോകുന്ന തരത്തിലായിപ്പോയി ഇന്നലത്തെ ഓരോ സംഭവ വികാസങ്ങളും. കടക്കുപുറത്തെന്ന് പറഞ്ഞ് തള്ളിമാറ്റിയ ഓരോ മാധ്യമ ചോദ്യങ്ങൾക്ക് മുന്നിലും ചൂളിപ്പോകുന്ന മുഖ്യൻ എല്ലാ ചോദ്യത്തിനും എന്തൊക്കെയോ ഉത്തരങ്ങളാണ് ഇന്നലെ തള്ളിവിട്ടത്. അക്കൂട്ടത്തിൽ സ്ത്രീലമ്പടൻ എന്ന പദപ്രയോഗം കൂടി കോൺഗ്രസിനെതിരെ നടത്തി. എന്നാൽ അത് മുഖ്യനെ തന്നെ തിരിച്ചുകൊത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അവിടേക്കാണ് കോൺഗ്രസ് രായ്ക്ക് രാമായണം എടുത്ത് പുറത്തു കളഞ്ഞ രാഹുൽ മാങ്കൂട്ടം വൈകിട്ടോടെ എത്തുന്നത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് കേരള പോലീസ് തപ്പിത്തടഞ്ഞും വലവിരിച്ചും മടുത്തുവെന്നല്ലാതെ മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ തൊടാനാവാതെ വന്നപ്പോൾ നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ അവനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് പറയണമെന്ന് ഈ പറയുന്ന കമ്മിക്കൂട്ടങ്ങളെ ഇറക്കി പറയിപ്പിച്ച കൂട്ടരാണ് CPM. എന്നിട്ടും ബാംഗ്ലൂരിലാണ് മാങ്കൂട്ടം, ആഡംബര വില്ലയിലാണ് മാങ്കൂട്ടം, ഇങ്ങനെ അടിച്ചിറക്കാവുന്ന എല്ലാ കഥകളും അടിച്ചിറക്കി. പക്ഷേ മാങ്കൂട്ടം ഒളിവിലിരുന്ന് പോരാട്ടം നടത്തി. അവിടെ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പോലും പറഞ്ഞു, മാങ്കൂട്ടം എങ്ങും പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. പക്ഷേ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ കേരള പോലീസ് പകച്ചു നിൽക്കുക മാത്രമാണ് ചെയ്തത്. ആ കേരള പോലീസിന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ എന്ന മുഖ്യന് യാതൊരു കൂസലും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ആ മുഖ്യനാണ് ഇന്നലെ കോൺഗ്രസിനെതിരെ സ്ത്രീലമ്പട പ്രയോഗം നടത്തിയത്. എന്നാൽ അവിടെ ഇട്ടുകൊടുക്കുകയായിരുന്നു KK രമ എന്ന വടകരയുടെ MLA. പിണറായി വിജയനെതിരെ ഇത്ര കണ്ട് ആഞ്ഞടിക്കുന്ന ഒരു വനിതാ മുഖം ഇല്ലെന്ന് തന്നെ പറയാം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ആരോപണ വിധേയരായവർക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കണമെന്നും സ്ത്രീകൾക്ക് അനുകൂലമായുള്ള പ്രസ്താവനകൾ അതിനുശേഷം മതിയെന്നും KK രമ പ്രതികരിച്ചു. ഒഞ്ചിയം നെല്ലാച്ചേരി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇവർ സ്ത്രീകളെ ഉപയോഗിക്കുകയാണെന്നും KK രമ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് കോൺഗ്രസ് എടുത്തതെന്ന് പറഞ്ഞ രമ വിഷയത്തിൽ UDFന് എതിരായ ഒരു നിലപാടിലേക്ക് സ്ത്രീകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ദിലീപ് വിഷയത്തിൽ UDF കൺവീനർ നടത്തിയ പ്രസ്താവന അതിശക്തമായി കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യനെ പൂട്ടിയത്. എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ? പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു? രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? അങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാവിലെ ഒളിവിലായിരുന്നു വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് MLA. ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരോ? എന്താ നീക്കം? സാധാരണ ഏത് വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ? Dime.
ചെയ്ത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കിട്ടുന്നു പറഞ്ഞു രാജേഷ് രാജേഷിന് കിട്ടും. നമ്മളവിടെ മറ്റേ സ്ത്രീ കിട്ടുന്നു പറഞ്ഞു. സുജാ ചേച്ചി. നോക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഫോളോയിങ് യു. താങ്ക് യു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ വലിയ പോരാട്ടം നടത്തുന്ന ഈ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? എവിടേക്ക് പോകണത്? ഓഫീസിലേക്ക് പോകുന്നു. ഇനി ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ അപ്പം തന്നെ ചോദിക്കണം.